എനിക്കിത് വളരെ ഉപകാരം കേട്ടോ. ശരി. നമസ്കാരം സാർ. ഓ, നമസ്കാരം കൊണ്ട് ആൾക്കാർ വന്നിരിക്കുന്നു. തിരക്കഥാകൃത്തുക്കളെ കൊണ്ട് ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. എന്ത് കഷ്ടം. അതല്ല സാർ, ഞാന് ഹലോ അണ്ണ, ഇവിടെ നമ്മൾ എഴുതി വെക്കുന്നത് പോലും ഇവിടെ എടുക്കുന്നില്ല. വെട്ടിക്കളഞ്ഞ് കളയാണ്. നിങ്ങൾക്കൊന്നും ഒരു പണിയില്ല. എല്ലാരും കഥ സാർ, ഞാൻ കഥാകൃത്തല്ല, ഞാൻ പിഷാരടിയാണ്. പ്രൊഡ്യൂസർ മേനോ സാർ പറഞ്ഞു. നമസ്കാരം. ആരെ മനസ്സിലായില്ല കേട്ടോ. എന്താ ഷൂട്ടിംഗ് ഒന്നും ഇല്ലേ? ഓ, ഷൂട്ടിംഗ് ഉണ്ട്. വാക്ക് പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങള് വണ്ടി കൊടുത്തയക്കേനി. വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല. വണ്ടിയൊക്കെ അതിന്റെ മേനോ സാറിന്റെ കാശല്ലേ പോകുന്നത്. ഞാൻ അതുകൊണ്ട് ഒരു ലിഫ്റ്റ് കിട്ടി ഇനി പോകുന്നു. ഇതെന്താ ഇത്? ലിഫ്റ്റ് കെട്ടിടത്തിന് മുന്നോട്ട് പോകുന്നില്ലയോ? അല്ലല്ല, ഒരു ഫ്രീ ലിഫ്റ്റ് കിട്ടി സ്കൂട്ടറിന്റെ പിന്നെ. ഇതെന്താ സംഭവം? ഇത് നമ്മൾ ഈ ഡ്രോണി വെക്കാനേ ഈ ആപ്പ് വെക്കും ഇങ്ങനെ ലെവലാക്കാൻ. മേനോ സാറിന് ഇതൊന്നും ഒരു ആപ്പായി മാറരുത്. ഞാൻ പറഞ്ഞ അതായത് ഒരു ടോട്ടൽ കോസ്റ്റ് മേനോ സാറിന് നിങ്ങൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് 1.5 crores ആണ്. അതെ, 5 ആണോ? 1.5, 1.5 കോടിയാണ് നിങ്ങൾ കോസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനകം തന്നെ 1,43,373 ചെലവായി കഴിഞ്ഞു. ഇനി പടത്തിന്റെ 47.36% തീരാനുണ്ട്. അപ്പൊ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? ഞാൻ അക്കൗണ്ട്സ് ഡീൽ ചെയ്യുന്ന ആളാണ്. പറഞ്ഞു നിങ്ങൾ ഫണ്ട്സ് ചോദിച്ചിരുന്നു. ഫണ്ട്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ഒരു കാര്യങ്ങൾ എനിക്ക് സെറ്റും ഒക്കെ എല്ലാം ഒന്ന് കാണണം. മേനോ സാറിന് റിപ്പോർട്ട് ചെയ്യണം, വിളിച്ച് പറയണം ഇവിടുത്തെ പ്രോഗ്രസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ചേട്ടാ, ഇവിടെ നല്ല പ്രോഗ്രസ് ആണ്, ഇവിടെ ഒരു കുഴപ്പമില്ല. അല്ല, അതെനിക്ക് നേരിട്ട് ബോധ്യപ്പെടണം ഇതിന്റെ ഒരു കാര്യങ്ങള്. അപ്പൊ ഇനിയും നമുക്ക് മുന്നോട്ട് പോകണമല്ലോ. ഒരു ബൂസ്റ്റ് എടുത്തോ. ബൂസ്റ്റൊന്നും വേണ്ട. ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണെന്നൊരു ചൊല്ലുണ്ട്. ബൂസ്റ്റും ഭ്രാന്തും തമ്മിലുള്ള ബന്ധമുണ്ട്. മേനോ സാറിന്റെ കാശ് വെച്ചല്ലേ ഈ ബൂസ്റ്റ് ഒക്കെ. ഇവിടെ ചോദിക്കാൻ വന്ന എന്താണെന്ന് വെച്ചാല്, അല്ല ഡൗട്ട് ചോദിച്ചോട്ടെ. മേനോ സാറിന്റെ അമ്മയ്ക്ക് ഭ്രാന്ത? മേനോ സാറിന്റെ അമ്മയ്ക്ക് ഇങ്ങനെ പോയാൽ ഭ്രാന്താവും. ഞാൻ ചോദിക്കട്ടെ, ഹീറോയിന്റെ അമ്മയ്ക്ക് 370 ജ്യൂസ്. ഹീറോയിന്റെ അമ്മയ്ക്ക്, ഹലോ മൊയ്തീൻ, 370 ജ്യൂസ്. ഇവിടെ ഷൂട്ടിംഗ് ആകെ നടന്നത് 40 ദിവസം. 40 ദിവസം എന്ന് പറഞ്ഞാൽ അപ്പോ ഒരു ദിവസം ശരാശരി 9 ജ്യൂസ് വെച്ച് ഹീറോയിന്റെ അമ്മ കഴിക്കുന്നുണ്ട്. അല്ല സാറേ, നമ്മള് ഹീറോയിന്റെ അമ്മയെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ചൂട് സമയത്ത് അവർക്കല്ലേ. എന്നാലും ചൂട് സമയത്ത് 9 ജ്യൂസ് ഒരു ദിവസം കഴിക്കണോ? ഇവിടെ എത്ര ജ്യൂസ് യഥാർത്ഥത്തിൽ ഹീറോയിന്റെ അമ്മ കഴിച്ചിട്ടുണ്ടെന്നുള്ളതും കൂടെ ഞാൻ പരിശോധിക്കുന്നുണ്ട്. ആരുടെയൊക്കെ വയറ്റിലാണ് ഈ ജ്യൂസ് പോയിട്ടുള്ളതെന്നും ഞാൻ പരിശോധിക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം, ഹീറോയിൻ 616 ജ്യൂസ്. അവർക്ക് അതാണ് ജോലി. അവര് എപ്പോഴും ജ്യൂസ് പറയും സാർ. എന്ത് ചെയ്യാനൊക്കെ. പിന്നെ സാറേ, പിന്നെ ഞാൻ ചോദിക്കട്ടെ, മേനോ സാർ ഇവരുടെയൊക്കെ ജ്യൂസ് സപ്ലൈ ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്? അതല്ല, ഹീറോയിനാകുമ്പോ നമുക്ക് മറത്തൊന്നും പറയാൻ പറ്റൂലല്ലോ. മാത്രമല്ല അവരെ കളറിന്റെ രഹസ്യം ഈ ഡയറക്ടർക്ക് പാൻ പരാഗ് ഇത് നിരോധിച്ചിട്ടുള്ള കാര്യമില്ലേ? അതെ, ഞാൻ പിന്നെ ആരാണ്? അത് ഞാൻ ബ്ലാക്കിനാണ് മേടിച്ചു കൊടുത്തത്. ബ്ലാക്കിന് മേടിച്ചു കൊടുത്തത്. അതിന്റെ കണക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, നിരോധിച്ചിട്ടുള്ള കാര്യമില്ല. അല്ല, പൈസ എവിടെയെന്ന് വെച്ചാൽ ഞാനത് കണക്ക് പറയണ്ടേ. അതിനെ കൊണ്ട് ഞാൻ പാൻ പരാഗ് തന്നെ എഴുതി വെച്ചു. റൈറ്റർ കാദറിന് സിഗരറ്റ് പാക്കറ്റ്. എന്താണ് അത്? ഈ ഭാവനയുടെ ലോകത്തിരിക്കുമ്പോ ചിന്താശേഷിക്ക് വേണ്ടി ഒന്നും പുകയ്ക്കുന്നതാ. മേനോ സാറിന്റെ ചെലവിൽ തന്നെ അത് പുകയ്ക്കണം അല്ലേ? അത് പോട്ടെ, 40 ദിവസം ഷൂട്ടിംഗ് നടന്നു, ശരിയല്ലേ ഡയറക്ടറെ? 40 ദിവസം 400 കുപ്പി റാം. 400 കുപ്പി റാം. ഈ നമ്മൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മുടെ ക്രൂസിനൊക്കെ ഒരുപാട് ക്ഷീണം ആവുമല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു അല്ല, എന്നാലും 400 കുപ്പിയൊക്കെ ചെറിയ കുപ്പില്ലല്ലോ. ഈ റമ്മ് കുടിച്ചു കഴിഞ്ഞാൽ രാവിലെ അവർക്ക് ഉന്മേഷത്തോടെ ജോലിയും ചെയ്യാൻ പറ്റും, തലവേദന ഒന്നും ഇല്ലാതെ. മാങ്ങാ തൊലി. അത് ഇവിടെ ആൾക്കാർക്ക് ഉന്മേഷം മുഴുവൻ ഇവിടെ റമ്മ കുടിച്ചിട്ടല്ലേ? റമ്മല്ല, ഡ്രമ്മാണ്. ഡ്രമ്മ് നമുക്ക് സ്റ്റേജ് കെട്ടാൻ വേണ്ടി കുറച്ചിട്ട് ഹാഫ് ഡ്രമ്മ് പറഞ്ഞില്ലേ, അത് ഞാൻ അങ്ങനെ 400 ഡ്രമ്മാ. അത് 400 ബോട്ടിൽ. അതിന്റെ റെസീറ്റ് കിട്ടിയിരിക്കുന്ന ബെവറേജസ് കോർപ്പറേഷൻ. ബെവറേജസ് കോർപ്പറേഷനിലെ ഡ്രം ഉണ്ടോടാ മണ്ട?
ബിവറേജസ് കോർപ്പറേഷൻ എന്നുള്ള റെസീറ്റ് ആണ്. റെസീറ്റ് നമ്പർ എന്റെയിലുണ്ട്. ആണോ? അപ്പൊ അത് ഡ്രം അല്ലല്ലോ. ഉണ്ടല്ലേ? ഇതുവരെയുള്ള വേസ്റ്റേജ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ്മോർട്ടം ഞാൻ നടത്തുന്നുണ്ട്. എനിക്കറിയേണ്ടത് ഇനി എന്തൊക്കെയാണ് ഷൂട്ട് ചെയ്യാനുള്ളത്. അവിടെ ഞാൻ കോസ്റ്റ് പിടിച്ചോളാം. ഇനി എന്തൊക്കെയാണ് ഷൂട്ട് ചെയ്യാനുള്ളത്? ഇനിയിപ്പോ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ സാർ നമ്മൾ റെയിൽവേ സ്റ്റേഷനാണ് എടുക്കേണ്ടത്. ഈ നായികനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സീക്വൻസ് ആണ്. നായകനും നായികയും കൂടെ കണ്ടുമുട്ടുന്നത്. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ അന്വേഷിച്ചു 5 crores ഇൻഷുറൻസിന്റെ പ്രീമിയം കൊടുക്കണം. 5 lakhs ഫീസ് ഉണ്ട്. ഇത് രണ്ടും മേനോ സാറിനെ കൊണ്ട് ചെലവാക്കുകയും ഞാൻ സമ്മതിക്കില്ല. അതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്, നായകനും നായികയും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടുന്നു എന്നുള്ളതിന് പകരം റോഡിൽ വെച്ചായിക്കൂടെ? അല്ല, ഈ റോഡിൽ വെച്ചെന്ന് പറഞ്ഞാൽ റോഡേ കൂടെ ട്രെയിൻ പോകത്തില്ലല്ലോ. റോഡേ കൂടെ ട്രെയിൻ പോകണ്ട. ഞാൻ ചോദിക്കട്ടെ, നായകനും നായികയും ബസ് സ്റ്റാൻഡിൽ വെച്ചോ കണ്ടുമുട്ടുന്നുണ്ട്. എന്താണ് കഥയ്ക്ക് കുഴപ്പം? കുഴപ്പമുണ്ടെങ്കിൽ പറയും. റിച്ച്നെസ് ഇല്ല. റിച്ച്നെസ് മേനോ സാറിന്റെ കാശ് കൊണ്ട് വേണ്ട. മനസ്സിലായില്ലേ? കഥയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല സാറേ, ഞാൻ എഴുതി വെച്ച കഥകളില് നമ്മുടെ നാളെ സിനിമ വിജയിക്കണമല്ലോ. അപ്പൊ ഒരുപാട് രംഗങ്ങൾ, അത്രയും പ്രാധാന്യമുള്ള രംഗങ്ങളാണ് റെയിൽവേ സ്റ്റേഷൻ. അതായിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ബസ് സ്റ്റാൻഡിൽ വെച്ചാൽ എന്താ കുഴപ്പം എന്നാണ് ചോദിച്ചാൽ തൃപ്തികരമായിട്ടുള്ള മറുപടി ഇട്ടേ എനിക്ക് മേനോ സാറിന്റെ അടുത്ത് പറയാം. ശരി, അത് ബസ് സ്റ്റാൻഡിൽ വെച്ചേക്കാം. പക്ഷെ എയർപോർട്ടിൽ വെച്ചൊരു സീനുണ്ട്, അത് മാറ്റാൻ പറ്റില്ല. എയർപോർട്ടിൽ വെച്ച് എന്താ സീൻ? എയർപോർട്ടിലെന്ന് പറഞ്ഞാൽ വില്ലൻ വരുന്ന സീനാണ്. വില്ലൻ വരുന്ന സീനാണ്. അപ്പൊ ലാസ്റ്റ് ക്ലൈമാക്സിൽ പോകുമ്പോൾ ഫ്ലൈറ്റ് അതിനുള്ള വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. വില്ലൻ എയർപോർട്ടിൽ വന്നിറങ്ങണം അല്ലേ? ഞാൻ പറയാം, ഒരു സൈഡിൽ നിർത്തിയിട്ട് വില്ലൻ ഗമയിൽ ഇറങ്ങി വരുന്നു. അവിടെ ബാക്ക്ഗ്രൗണ്ട് അനൗൺസ്മെന്റ് ഒക്കെ നമ്മൾ ഇടുന്നു. ഫ്ലൈറ്റ് നമ്പർ എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നു. എന്നിട്ട് വില്ലൻ കയറി വന്നിട്ട് പറയുന്നു, ഹോ ഫ്ലൈറ്റിലൊക്കെ ഇപ്പൊ എന്താ റഷ്, ഞാൻ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയതിന്റെ പാട് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ പോരെ? ഫ്ലൈറ്റ് കാണിക്കണോ? എന്നിട്ട് നമുക്ക് വെറുതെ ഒരു പ്ലെയിൻ പോണതിന്റെയോ വരുന്നതിന്റെ നേരത്തെ ഒരു ഷോട്ട് ഇടാം. അല്ല ഷാരോൺ സാർ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഷൂട്ട് ചെയ്യും? ഇതിനൊക്കെ വലിയ സീൻ തന്നെ എടുക്കാനുള്ളത്. അതായത് നായകനും നായികയും കൂടെ പാരാ ജമ്പിങ് ഒരു സോങ് അതൊക്കെ ഉണ്ട്. അത് റഡാറൂണി വെച്ച് ഡെറാഡൂണി വെച്ച് ഡെറാഡൂണിൽ വെച്ചാ പാരാ ജമ്പിങ് നടന്നതുപോലെ നമ്മുടെ പടത്തിൽ പാരാ ജമ്പിങ് വേണ്ട. അത്ര തന്നെ സാറ് നമ്മുടെ സിനിമ മസ്റ്റാണ്. മസ്റ്റാണെന്ന് പറഞ്ഞാൽ അതിനൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട്. ബദലായിട്ട് ഞാൻ പറയാണ്, ഈ പാരാ ജമ്പിങ്ങിന് പകരം നായകനും നായികയുടെ മൂക്കുന്നി മലയില് വടം ഇങ്ങനെ പിടിച്ച് കയറുന്നതായിട്ട് നമുക്ക് കാണിക്കാം. അതിന് നമുക്ക് അവിടെ ആൾക്കാരുണ്ട്. എല്ലാം കൂടെ ഒരു 3700 രൂപയ്ക്ക് ഞാൻ ആൾക്കാരെ അറേഞ്ച് ചെയ്ത് തരാം. വേറെ എന്തൊക്കെയുണ്ട്? സാറേ, വളരെ റിയാലിറ്റി ആയിട്ടൊരു രംഗമുണ്ട്. കാരണം പറഞ്ഞാൽ ഇത് ചർച്ചാ വിഷയമാവുന്ന ഒരു സീനാണ്. ഒരു പാലം നിന്ന് ബോംബ് ബ്ലാസ്റ്റിംഗ് പൊട്ടി തകർന്നിരുന്നു. പാലം ബോംബ് വെച്ച് തകർക്കുന്ന അത് റിയലായിട്ട് ഷൂട്ട് ചെയ്യും. അത് കഥയുടെ ആവശ്യമായ ഒരു സംഭവം. എന്ത് രസമായിരിക്കും. എന്തുമാത്രം കാശാവും. അതിനും വഴിയുണ്ട്. ഒരു പയ്യൻ ഓടി വന്ന് പറയുന്നു, അയ്യോ അവിടെ പാലത്തിൽ ബോംബ് വെച്ച് തകർത്തേ, പാലം ബോംബ് വെച്ച് തകർത്തേ എന്നൊരു പയ്യൻ ഓടി വന്ന് പറഞ്ഞാ പോരെ? അല്ല, അത് പിന്നെ വേറെ പ്രശ്നമുണ്ട്. ലവ് സീൻ അത് തുളു മണാലി വെച്ചാ ഷൂട്ട് ചെയ്യണ്ടേ? എറണാകുളം ആവട്ടെ, തുളു മണാലി. പിന്നെ ന്യൂസിലൻഡ് അത് പറഞ്ഞിട്ടുണ്ട്. ന്യൂസിലൻഡ് വേണം. ഞാൻ ചോദിക്കുന്നത് ന്യൂസിലൻഡ്, കുളു മണാലി കുറിച്ചിട്ടുണ്ട്, നയാഗ്ര ഫാൾസ്. ഇത് മൂന്നും നിങ്ങൾ വിശദീകരണ സ്ക്രിപ്റ്റിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞെടുത്ത് ഡ്രീം സീക്വൻസ് അല്ലേ? ഈ ഡ്രീം സീക്വൻസ് എന്ന് പറഞ്ഞാൽ നായിക സ്വപ്നം കാണുന്നതാണ്. നായിക സ്വപ്നം കാണുന്നത് കണ്ടേ, ഈ പുരയിടത്തിൽ വെച്ച് നായകനുമായിട്ട് ചുറ്റിക്കറങ്ങുന്നു, പാട്ട് പാടുന്നു. ഒരു സ്വപ്നം ഇവിടെ വെച്ച് ഈ പാട്ട് എടുക്കാം. മറ്റേ പാട്ട് അവിടെ നോക്ക്, ആ പ്ലാവില്ലേ, ആ പ്ലാവിന്റെ ഏരിയ ഇല്ലേ, അവിടെ വെച്ചായിക്കോട്ടെ. പിന്നെ ഒരെണ്ണം വേണമെങ്കിൽ എന്റെ വീട്ടിന്റെ ബാക്കിൽ ഒരു 10-15 തെങ്ങുണ്ട്. തെങ്ങും പുരയിടത്തിൽ വെച്ച് അവര് പാട്ട് പാടത്തെ. അല്ല സാറേ, എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ മേനോ സാറിന്റെ അടുത്ത് ഒരിക്കലും ജുറാസിക് പാർക്കിന്റെ 3ാം ഭാഗം ഒന്നും എടുക്കല്ലേന്ന് പറയണം. എന്താ? അല്ല, പുള്ളി ഇറങ്ങണം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദിനോസറിന് പകരം ചെലവ് കുറയ്ക്കാൻ വേണ്ടി മരവന്തിനെ അങ്ങനെ വെച്ചാലോ? ഇക്കണക്കിന് പുലിമുരുകൻ ഇദ്ദേഹം കാണാൻ പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ പൂച്ച വെച്ച് ഷൂട്ട് ചെയ്തിട്ട് പൂച്ച മുരുകന്റെ പേരിട്ട് തമാശ കളിക്കണ്ട കേട്ടോ. അവനവന്റെ കാശ് ഇറങ്ങുമ്പോഴേ അതിന്റെ തെണ്ണം മനസ്സിലാവും. ചുമ്മാ ഇത് ആരാന്റെ കാശാണ്, സ്വല്പം സൂക്ഷിച്ച് ചെലവാക്കണം. ജ്യൂസ്, മദ്യം. ഇനി എന്നെ കൊണ്ടൊന്നും പറയാം, ചുമ്മാ അല്ല മാധ്യമങ്ങളൊക്കെ പലതും കളിയാക്കി എഴുതുന്നത്. മാധ്യമങ്ങൾ ആരും കാണാതെ ഇതൊക്കെ ചെയ്ത് ആയിക്കോട്ടെ, മാധ്യമങ്ങളെ അവരിതൊന്നും കാണാതെ കാണാപ്പുറങ്ങൾ എഴുതുകയെന്ന് പറഞ്ഞു വന്നാ. നമ്മൾ സൂക്ഷിക്കണം. അവരെഴുതുന്നതിൽ കുഴപ്പം കാണും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളും കൂടെ സൂക്ഷിക്കണം. ഇതെന്താ ഇവിടെ നമ്മുടെ പ്രൊഡക്ഷൻ ഫുഡ് 2 ജാർ എന്തിനാ സാറേ? 2 അല്ല, ഇത് 1 ജാറാണ്. അതൊക്കെ മനസ്സിലായി. എന്തിനാണ് ഈ മിനറൽ വാട്ടർ എന്ന്? ഞാൻ കഴിക്കുന്നത് കോർപ്പറേഷൻ വെള്ളമാണ്, മനസ്സിലായോ?
കോർപ്പറേഷൻ വെള്ളം കുടിച്ചെന്ന് കരുതി ആരും മരിച്ചു പോകുന്നില്ല. ഇവിടെ എത്ര പേരാണ് സിനിമയ്ക്ക് മാത്രം എന്താണ് ഈ മിനറൽ വാട്ടർ? തോട്ടിന് വെള്ളം കോരി കുടിക്കാൻ പറ്റും. തോട്ടിന് വെള്ളം കുടിക്കണ്ട, കോർപ്പറേഷൻ വെള്ളം കുടിക്കാമല്ലോ. വേറൊരു കാര്യം, വേണ്ട ഹീറോയിൻ കുളിക്കാൻ വേണ്ടി മിനറൽ വാട്ടർ എത്ര ബോട്ടിലാ? കുളിക്കാൻ വേണ്ടി വാങ്ങിച്ചില്ലേ? ഹോട്ടലിൽ വെള്ളം ഇല്ലാണ്ട് ആയപ്പോ ഹോട്ടലിൽ വെള്ളം ഇല്ലെങ്കിൽ ഹോട്ടലുകാർ പമ്പ് ചെയ്ത് കൊടുക്കും. മിനറൽ വാട്ടർ അല്ല, ഒരു ബോട്ടിലിന്റെ വില അറിയാലോ. പക്ഷെ ഹീറോ മിനറൽ വാട്ടറിലാണ് കുളിക്കുന്നത് കണ്ടാ പറയത്തില്ല.